എവിടേക്കാ പോകുന്നത്? ഹായ് ഗൈസ്, അപ്പം നമ്മൾ പോകുന്നത് കാടച്ചക്കയ്ക്കാണ്. അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരിയുന്നുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഒന്നും കൂടി പറഞ്ഞേട്ടാ. അത് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് അറിയാം, ഒരു മരുന്ന് വാങ്ങിയാൽ. പക്ഷേ ആർക്കും അറിയില്ല, അവൻ പുറമെയുള്ള ആൾ കണ്ടായിരിക്കും നമ്മൾ കറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഇവർക്ക് ആഗ്രഹം റീൽ എടുക്കണം, അതിനുള്ള കോപ്പറായാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോസ് ഉണ്ട് ഗൈസ്, അത് ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരുന്നത്, ഈ പൂവാണെന്നില്ലേ, ഇതായാലും മെയിൻ ക്യാരക്ടറാണ്, അതുകൊണ്ട് അതും വെച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ നടന്ന് ആടൂരെത്തിയപ്പാടിൻ്റെ ബസ് കിട്ടി, സീറ്റും ഉണ്ട്. ഉച്ച സമയമായതുകൊണ്ട് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാണുന്നില്ല, ഇത് നമ്മുടെ പഞ്ചിക്കാവാണ് കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല, കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല. നമ്മളെ നാട്ടിലൊരു കാവാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി മരുന്നിൻ്റെ ലിസ്റ്റ് കാണിച്ചു കൊടുത്ത് ഒരു മരുന്നെടുക്കാൻ പോയി. അന്നല്ലേ എപ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലായി, ഒരു മരുന്നെടുക്കാൻ പോയി. ആ സമയം നമ്മളിങ്ങനെ ആടെയുള്ള സാധനങ്ങളൊക്കെ അന്തം വിട്ട പോലെ നോക്കുന്നത്, എന്തെല്ലോ സാധനങ്ങളുണ്ട്. ആയുർവേദ ഷോപ്പാണ്, എന്തെല്ലോ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ നോക്കി ഇന്ന് അപ്പോഴത്തേക്കും ഒരു മരുന്ന് കൊണ്ട് തന്ന്. ഈ മരുന്നാണ് കേട്ടോ, ഈ മരുന്നിനാണ് നമ്മൾ തുള്ളി വന്നത്. അങ്ങനെ ആടുന്ന് മരുന്ന് വാങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ബസ് കിട്ടി. ഓടി അതിൻ്റെ അകത്ത് കയറി. ഭയങ്കര സ്പീഡായിരുന്നു കഴിച്ച്, പിടിച്ചിട്ടില്ലെങ്കിൽ താഴെ പോകും. വെറുതെ കാലും കൈ ഓടിയാൻ കഴിയില്ലെന്ന് വെച്ചിട്ട് ഓൾ ഇടക്കൂട്ടൊക്കെ പോയിട്ട് പിടിച്ച് ഇരുന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ആടൂരെത്തി ഇങ്ങനെ നടക്കുമ്പോൾ അത് കാണുന്നു ഗൈസ്, ഇവിടെ പൂ ചാടിയിട്ടില്ല, അതും പിടിച്ചുകൊണ്ട് തന്നെ നടക്കുന്നു. എന്താ പറയണ്ടല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.